നീലാകാശച്ചെരുവിൽ നിന്നെ തേടാം വെൺതാരമായി, നീളേ തെന്നും പൂവിൽ നിന്നെ തേടാം തേൻ തുള്ളിയായി. ചെരുവ് കറക്റ്റാണ്. നീലാകാശം കാർമേഘം വന്ന് മൂടിക്കിടക്കുകയും. ഇനി ഇതെന്ത് ചെയ്യും? അമ്മച്ചേ, ഈ ജേഴ്സി ഒന്ന് അലക്കിട്ടേ. ഇത് അലക്കിട്ടിട്ട് ഇപ്പൊ എവിടെ കളിക്കാൻ പോവാനാ? കളിയൊന്നുമില്ല, കളിയൊക്കെ കഴിഞ്ഞില്ലേ. ഇനി ഗ്രൗണ്ടിലോട്ടൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല. അതെന്ത് പറ്റി? ഗ്രൗണ്ട് ക്ലിയറൻസ് അല്ലാന്ന്. അന്നാ നീ നമ്മുടെ വണ്ടി എടുത്തോണ്ട് പോവാം. അതിന് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഹോ, എന്തൊരു ചളിയാണ് അമ്മച്ചി. ആ, ഗ്രൗണ്ടില് ചെളിയാണല്ലേ? ചെളിയല്ല. അപ്പൊ ഇപ്പൊ തന്നെ നീയല്ലേ പറഞ്ഞ ചെളിയാണെന്ന്? അത് ചെളി. ഇത് അമ്മച്ചി ഇപ്പൊ പറഞ്ഞത് ചളി. ആ, അതാണല്ലേ ആ ചളിഞ്ഞ കോമഡി. അതെ, ഞങ്ങൾ കളിക്കാൻ പോണ ഗ്രൗണ്ട് ഇല്ലേ, അത് ക്ലിയർ അല്ലാന്ന്. അതിന് നിങ്ങൾ ഏത് ഗ്രൗണ്ടിൽ കളിക്കാൻ പോണ്? നിങ്ങൾ ആ ജോർജേട്ടന്റെ കണ്ടത്തിലല്ലേ കളിക്കാൻ പോണത്? അങ്ങനെ അടച്ചാക്ഷേപിക്കില്ല അമ്മച്ചി. ജോർജ് ഏട്ടൻ്റെ കണ്ടം എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഇന്റർനാഷണൽ സ്റ്റേഡിയമാണ്. ആ കണ്ടത്തിലേ കഴിഞ്ഞ ദിവസം മോന്ത ഒന്ന് വെള്ളമടിച്ച് കയറി കിടക്കുന്നു. അവനോട് എനിക്ക് പോവാൻ പറ. പിള്ളേര് കളിക്കണ കണ്ടത്തിലാണ് അവന്റെ വെള്ളമടിച്ച് കിടപ്പ്. അമ്മച്ചി, ആരും വെള്ളമടിച്ച് കയറി കിടന്നതല്ല. പിന്നെ കഴിഞ്ഞ ദിവസം മോന്ത ചുഴലിക്കാറ്റുണ്ടായില്ലേ, അപ്പൊ പെയ്ത മഴയിൽ വെള്ളം കണ്ടത്തി കയറിയിട്ട് ഇപ്പോഴും ഇറങ്ങി പോയിട്ടില്ലാന്ന്. അതുകൊണ്ട് ഗ്രൗണ്ട് ക്ലിയർ അല്ല, അതുകൊണ്ട് അടുത്തൊന്നും കളിക്കാൻ പോകാൻ പറ്റില്ലാന്ന്. അപ്പൊ ഇനി എന്ത് ചെയ്യും? അപ്പൊ എന്നിട്ടാ ആ ജേഴ്സി നന്നായി അലക്കി മടക്കി അലമാരിയിൽ എടുത്ത് വെക്കുക. അപ്പൊ ഇനി അടുത്ത കളിയൊന്നും ഉണ്ടാവില്ലേ? കളി ഉണ്ടാവും. കളി ഇനിയിപ്പോ അടുത്ത വിന്ററിൽ അങ്ങനെ നോക്കുക. വിന്ററിലോ? ആണ്, അടുത്ത മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ അങ്ങനെ നോക്കാന്ന്. വിന്റർ ഇപ്പോ മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലായോ? കാലാവസ്ഥാ വ്യതിയാനായിരിക്കും.